ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി. അപ്പോൾ ഒരു ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ. അതുപോലെ തന്നെ വിലങ്ങനെയുള്ളത് പീരിയഡുകളാണ്. കുത്തനെയുള്ളത് ഗ്രൂപ്പുകളും വിലങ്ങനെയുള്ളത് പീരിയഡുകളും. ഒരു ആവർത്തന പട്ടികയിൽ ആകെ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരിയഡ് എന്ന് പറയുന്നത് 1-ാം പീരിയഡാണ്. 1-ാം പീരിയഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 എണ്ണമാണ്, ഹൈഡ്രജനും ഹീലിയവും. മോസ്ലി തൻ്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് അറ്റോമിക് നമ്പർ നൽകിയത്? ആൻസർ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെയാണ് മോസ്ലി മൂലകങ്ങൾക്ക് അറ്റോമിക് നമ്പർ നൽകിയത്. പീരിയോഡിക് ടേബിളിലെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. പീരിയോഡിക് ടേബിളിലെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. പീരിയോഡിക് ടേബിളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നു. പീരിയോഡിക് ടേബിളിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നു. മനുഷ്യനിർമ്മിത മൂലകങ്ങൾ അറിയപ്പെടുന്നത് ട്രാൻസ്യൂറാനിക്സ്. മനുഷ്യനിർമ്മിത മൂലകങ്ങൾ അറിയപ്പെടുന്നത് ട്രാൻസ്യൂറാനിക്സ്. ആദ്യത്തെ മനുഷ്യനിർമ്മിത മൂലകം ടെക്നീഷ്യം. ആദ്യത്തെ മനുഷ്യനിർമ്മിത മൂലകമാണ് ടെക്നീഷ്യം. സഹസംയോജക ബന്ധത്തിലേർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബന്ധിത ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ഒരാറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. സഹസംയോജക ബന്ധത്തിലേർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബന്ധിത ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ഒരാറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ലിനസ് പോളിംഗ് ആണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ലിനസ് പോളിംഗ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത്. 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകളായി നൽകിയിട്ടുള്ളത്. 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകളായി നൽകിയിട്ടുള്ളത്. പീരിയോഡിക് ടേബിളിലെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. പീരിയോഡിക് ടേബിളിലെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയും. ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയും. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ലോഹ സ്വഭാവം കൂടി വരുന്നു. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ലോഹ സ്വഭാവം കൂടി വരുന്നു. ഒരു പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. ഒരു പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. പീരിയഡുകളിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരുന്നു. പീരിയഡുകളിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരുന്നു. ലാന്തനോയിഡുകളെയും ആക്റ്റിനോയിഡുകളെയും ചേർത്ത് പറയുന്നത് അന്തഃസംക്രമണ മൂലകങ്ങൾ. ലാന്തനോയിഡുകളെയും ആക്റ്റിനോയിഡുകളെയും ചേർത്ത് പറയുന്ന പേരാണ് അന്തഃസംക്രമണ മൂലകങ്ങൾ. റെയർ എർത്ത്സ് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ലാന്തനോയിഡുകളാണ്. റെയർ എർത്ത്സ് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ലാന്തനോയിഡുകളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നു. എസ് ബ്ലോക്ക് മൂലകങ്ങൾ
രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നു. എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് പി ബ്ലോക്കാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് പി ബ്ലോക്കാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയാണ്.